അവാർഡ് നൽകുന്നത് ആർക്ക് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായ ഒരു സന്തോഷമാണ്. പോപ്പുലർ സോഷ്യൽ വ്ളോഗർ എന്നാണ് കാറ്റഗറി. ഒരാള് നിർഭയമായിട്ട്, അതായത് ഇതിന്റെ നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു വിചാരം ഉണ്ടാവും, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ളത്. അങ്ങനെ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനോട് യാതൊരു പേടിയും ഇല്ലാതെ, അതിനോടൊപ്പം തന്നെ അതിൽ സറ്റയറും സാർക്കസും ഒക്കെ വളരെ കൃത്യമായി മിക്സ് ചെയ്ത് അദ്ദേഹത്തിന്റെ വ്യൂസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി, അഡ്വക്കേറ്റ് ജയശങ്കർ. മലയാളികൾ ഈ വക്കീലിന്റെ വർത്തമാനത്തെ വിശേഷിപ്പിക്കുന്നത് 2 വാക്കുകളിലാണ്: സമഗ്രം, സമ്പൂർണം. സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അതിനൊരു ജയശങ്കർ വ്യാഖ്യാനമുണ്ടാകും. ആ വ്യാഖ്യാനത്തിനായി ഡിജിറ്റൽ ലോകത്ത് കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ. പൊളിറ്റിക്സിലെ പുഴുക്കുത്തുകളെ ഇടംബലം നോക്കാതെ വിമർശിക്കുന്ന പൊളിറ്റിക്കൽ മൈസ്ട്രോ. രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രവും വർത്തമാനവും അറിഞ്ഞുള്ള നിരീക്ഷണങ്ങൾ. ഗൗരവമുള്ള വിഷയങ്ങൾക്ക് സഹജമായ നർമ്മത്തോടെയുള്ള വിമർശനങ്ങൾ. പുതിയ കാലത്തെ ട്രോളുകൾ പോലെ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങളിലൂടെ യുവതലമുറക്കിടയിലും ശ്രദ്ധേയനായ വ്യക്തിത്വം. ബെസ്റ്റ് സോഷ്യൽ ബ്ലോഗർ പോപ്പുലർ 2025 അഡ്വക്കേറ്റ് ജയശങ്കർ. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എ ജയശങ്കർ. അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന്റെ ഏറ്റവും മികച്ച പോപ്പുലർ സോഷ്യൽ വ്ളോഗർ എന്ന് പറയുന്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ ശ്രീ കൃഷ്ണചന്ദ്രൻ. And of course, Pala Brilliantന്റെ director Mr. George Thomas to present him with the cash prize. In the presence of Shweta Menon, thank you sir, your acceptance speech. അപ്പൊ സന്തോഷമുണ്ട് ഇതൊക്കെ വളരെ കഴിഞ്ഞാൽ ഈ പുരസ്കാരം കിട്ടിയാൽ സന്തോഷം. പക്ഷേ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോ നിർഭയമായി വിമർശിക്കുക, നിർഭയമായിട്ടും നിർദ്ദയമായിട്ടും നിർദ്ദയമായിട്ടും. അപ്പൊ ഒരു ഇലക്ഷന്റെ അഡ്വന്റിൽ നിൽക്കുകയാണല്ലോ. നമ്മുടെ അടുത്ത വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. സാർ എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കാണുന്നത്? സത്യത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ LDFന്റെ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും UDFന്റെ LDFനോട് കിട്ടി. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം എന്ന പോലെ പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട്. അതാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ ഉണ്ടായ പോലും നമ്മൾ ആരും ഞെട്ടേണ്ടതില്ല. അങ്ങനെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ തലയിലെഴുത്ത് പോലെ ഇരിക്കുമല്ലേ. തീർച്ചയായും. താങ്ക് യു സർ, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്.